വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 7th സെമസ്റ്റർ NDDS എന്ന സബ്ജക്റ്റിൽ മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി എന്ന പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം? മ്യൂക്കോ അഡ്ഹസീവ് അല്ലെങ്കിൽ ബയോ അഡ്ഹസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം ആണ്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് മ്യൂക്കോ അഡ്ഹഷൻ. ബയോ അഡ്ഹഷൻ അല്ലെങ്കിൽ മ്യൂക്കോ അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദ ഫിനോമിനൻ വെർ ടു മെറ്റീരിയൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് വിച്ച് ഇസ് ബയോളജിക്കൽ ആർ ഹെൽഡ് ടുഗെദർ ഫോർ പ്രൊലോങ്ഡ് പീരീഡ് വയ ഇൻ്റർഫേഷ്യൽ ഫോഴ്സസ്. ഓക്കെ, അതായത് ഈ ഒരു ബയോ അഡ്ഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അതിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എന്തായിരിക്കും? ബയോളജിക്കൽ ഒറിജിൻ ആയിരിക്കും. മ്യൂക്കോസൽ ടിഷ്യൂ പോലെ ബയോളജിക്കൽ ഒറിജിൻ ആയിരിക്കും. അത് രണ്ടും എന്താണ്? ആ രണ്ട് മെറ്റീരിയലിനെ ഇൻ്റർഫേഷ്യൽ ഫോഴ്സിൻ്റെ സഹായത്തോടെ പ്രൊലോങ് പീരീഡ് ഒരുമിച്ച് ഒരുമിച്ച് ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അഡ്ഹസീവ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിഫിഷ്യൽ മെംബ്രെയിൻ്റെയും ബയോളജിക്കൽ സർഫസ് അല്ലെങ്കിൽ ടിഷ്യൂവിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നതാണ് അഡ്ഹസീവ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂക്കോ അഡ്ഹസീവ് അല്ലെങ്കിൽ ബയോ അഡ്ഹസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം ആണ്. ബേസിക് പ്രിൻസിപ്പിളാണ് മ്യൂക്കോ അഡ്ഹഷൻ അല്ലെങ്കിൽ ബയോ അഡ്ഹഷൻ. ബയോ അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ രണ്ട് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് വിച്ചസ് എന്തായിരിക്കും? ബയോളജിക്കൽ ഒറിജിൻ ആണ്. അത് രണ്ടും ഇൻ്റർഫേഷ്യൽ ഫോഴ്സസിൻ്റെ സഹായത്തോടെ പ്രൊലോങ് പീരീഡ് ഒരുമിച്ച് ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അഡ്ഹസീവ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ മെംബ്രെയിൻ്റെയും ബയോളജിക്കൽ സർഫസ് അല്ലെങ്കിൽ ടിഷ്യൂവിൻ്റെയും ഇടയിൽ നടക്കുന്നതാണ് എന്ത്? അഡ്ഹസീവ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ബയോ അഡ്ഹഷൻ്റെ ടൈപ്സ് നോക്കാം. 3 ടൈപ്പാണ് ബയോ അഡ്ഹഷൻ ഉള്ളത്. ബയോളജിക്കൽ ടു ബയോളജിക്കൽ അഡ്ഹഷൻ ഉണ്ട്, സെൽ ടു മെറ്റീരിയൽ അഡ്ഹഷൻ, ആർട്ടിഫിഷ്യൽ ടു ബയോളജിക്കൽ അഡ്ഹഷൻ. ബയോളജിക്കൽ ടു ബയോളജിക്കൽ അഡ്ഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സാമ്പിളാണ് രണ്ട് ബയോളജിക്കൽ ലെയേഴ്സ് തമ്മിൽ, അതായത് സിന്തറ്റിക് മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ രണ്ട് ബയോളജിക്കൽ ലെയേഴ്സ് തമ്മിലുള്ള അഡ്ഹഷനാണ് ബയോളജിക്കൽ ടു ബയോളജിക്കൽ അഡ്ഹഷൻ. സെൽ ടു മെറ്റീരിയൽ അഡ്ഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ ഡിഷസോ അല്ലെങ്കിൽ വുഡ്, മെറ്റൽ, സിന്തറ്റിക് സബ്സ്റ്റൻസസിലോട്ടുള്ള സെല്ലിൻ്റെ അഡ്ഹഷനെയാണ് എന്ത്? സെൽ ടു മെറ്റീരിയൽ അഡ്ഹഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ടു ബയോളജിക്കൽ അഡ്ഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോഫിലിക് പോളിമേഴ്സ് സ്കിന്നിലോട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂലോട്ടോ ബയോളജിക്കൽ സർഫസിലോട്ട് അഡ്ഹർ ചെയ്യുന്നതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ടു ബയോളജിക്കൽ അഡ്ഹഷൻ എന്ന് പറയുന്നത്. അടുത്തത് പർപ്പസ് ഓഫ് മ്യൂക്കോ അഡ്ഹസീവ് സിസ്റ്റം. ഈ ഒരു മ്യൂക്കോ അഡ്ഹസീവ് സിസ്റ്റം എന്തിനാണ് വേണ്ടത്? അതിൻ്റെ പർപ്പസ് എന്താണ്? അത് പോളിമേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ബിക്കം അഡ്ഹസീവ് അപ്പോൺ ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ അഡ്ഹഷൻ സംഭവിക്കുന്ന പോളിമേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടാർഗറ്റഡ് ആൻഡ് പ്രൊലോങ്ഡ് ഡ്രഗ് ഡെലിവറി അത് എനേബിൾ ചെയ്യുന്നുണ്ട്. അതാണ് പർപ്പസ് വരുന്നത്. അടുത്തത് മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. 2 ടൈപ്പാണുള്ളത്. നോൺ അറ്റാച്ച്ഡ് MDDS, അതായത് മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഉണ്ട്. അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഇമ്മൊബിലൈസ്ഡ് മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് നോൺ അറ്റാച്ച്ഡ് മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. അത് മ്യൂക്കോസ വഴി അബ്സോർപ്ഷൻ നടക്കുന്ന രീതിക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് മ്യൂക്കോസൽ സർഫസിലോട്ട് എന്ത് ചെയ്യില്ല? ആധർ ചെയ്യില്ല. എക്സാമ്പിളാണ് സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ്, ഫാസ്റ്റ് ഡിസോൾവിങ് ടാബ്ലറ്റ്സ് ഒക്കെ. അതായത് മ്യൂക്കോസ വഴി അത് അബ്സോർപ്ഷൻ നടക്കുന്ന രീതിക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മ്യൂക്കോസൽ സർഫസിലോട്ട് അധർ ചെയ്യുന്നില്ല. അറ്റാച്ച്ഡ് ഓർ ഇമ്മൊബിലൈസ്ഡ് മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? മ്യൂക്കോ അഡ്ഹസീവ് പോളിമേഴ്സിൻ്റെ സഹായത്തോടെ മ്യൂക്കോസൽ സർഫസിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആ രീതിക്കാണ് അതിനെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർപ്ഷൻ്റെ സൈറ്റിൽ പ്രൊലോങ്ഡ് കോണ്ടാക്ട് ടൈം കാണിക്കുന്നുണ്ട്. അതിന് മ്യൂക്കോ അഡ്ഹസീവ് സിസ്റ്റം എന്നും പറയും. എക്സാമ്പിളാണ് ബക്കൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, റെക്ടൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, വജൈനൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, നേസൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് ഓഫ് MDDS, മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. അടുത്തത് മ്യൂക്കസ് ലെയറിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആണ്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മ്യൂക്കസ് ലെയർ. ഒരു മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു മോയിസ്റ്റ് മെംബ്രെയിൻ ആണ്. അത് വേരിയസ് ഇൻറ്റേർണൽ ബോഡി ക്യാവിറ്റീസിനെയൊക്കെ ലൈൻ ചെയ്തിട്ട് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയൊക്കെ സർഫസിനെ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. ഇനി മ്യൂക്കോസേൻ്റെ അല്ലെങ്കിൽ മ്യൂക്കസ് ലെയറിൻ്റെ സ്ട്രക്ചർ എന്താണ്? മ്യൂക്കസ് മെംബ്രെയിനെ തന്നെയാണ് നമ്മൾ മ്യൂക്കോസ എന്നും പറയുന്നത്. അപ്പോൾ മ്യൂക്കോസേൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ
നമുക്കതിൽ മെയിനായിട്ട് കണക്റ്റീവ് ടിഷ്യൂ ലെയറും ഉണ്ട്, എപ്പിത്തീലിയൽ ലെയറും ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂ ലെയറിനെ നമ്മൾ ലാമിന പ്രൊപ്രിയ എന്നും പറയുന്നുണ്ട്. എപ്പിത്തീലിയൽ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാമിന പ്രൊപ്രിയേൻ്റെ എബവ് ആണ് ലൈ ചെയ്യുന്നത്. സർഫസ് ലെയർ എന്തായിരിക്കും? മ്യൂക്കസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് സർഫസ് ലെയർ എപ്പോഴും മോയിസ്റ്റ് ആയിരിക്കും. പിന്നെ എപ്പിത്തീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എപ്പിത്തീലിയൽ ലെയർ പറഞ്ഞു. എപ്പിത്തീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലെയേർഡ് എപ്പിത്തീലിയം ഉണ്ട്. എക്സാമ്പിളാണ് സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ബ്രോങ്കൈ. അതിൽ ഗോബ്ലെറ്റ് സെൽസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്? മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഒന്നെങ്കിൽ സിംഗിൾ ലെയേർഡ് എപ്പിത്തീലിയം ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് സ്ട്രാറ്റിഫൈഡ് അല്ലെങ്കിൽ മൾട്ടി ലെയേർഡ് എപ്പിത്തീലിയം ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഈസോഫാഗസ്, വജൈന, കോർണിയ. അതിൽ ഗോബ്ലെറ്റ് സെൽസ് കണ്ടെയ്ൻ ചെയ്യില്ല. മ്യൂക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ജെൽ ലെയർ മ്യൂക്കോസൽ സർഫസിലോട്ട് ആധർ ചെയ്ത് നിൽക്കുന്ന പോലെ ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ എന്താണ് സൊല്യൂബിൾ അല്ലെങ്കിൽ സസ്പെൻഡഡ് ഫോമിൽ ലൂമനിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ മ്യൂക്കസ് രണ്ട് രീതിക്ക് പ്രസൻ്റ് ആയിട്ടുണ്ടാവാം. ഓക്കെ, ഇനി മ്യൂക്കസിൻ്റെ കമ്പോസിഷൻ ആണ്. മ്യൂക്കസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് മ്യൂസിനാണ് അതിൻ്റെ മെയിൻ ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുന്നത്. വേറെയുള്ള ഗ്ലൈക്കോപ്രോട്ടീൻസും അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ലിപ്പിഡ്സ് ഉണ്ട്, ഇനോർഗാനിക് സോൾട്ട് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഏകദേശം എന്താണ് മോർ ദാൻ 95% എന്തായിരിക്കും? വാട്ടറാണ്. അപ്പോൾ അതിനെന്താണ് ഹൈലി ഹൈഡ്രേറ്റഡ് സിസ്റ്റം ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇതാണ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി മ്യൂക്കസ് ലെയറിൻ്റെ അല്ലെങ്കിൽ മ്യൂക്കോസൈഡ് അല്ലെങ്കിൽ മ്യൂക്കോസൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൊട്ടക്റ്റീവാണ്. അതായത് മ്യൂക്കോസൽ ടിഷ്യൂസിനെയൊക്കെ എന്താണ് ടോക്സിക് സബ്സ്റ്റൻസസ് നിന്നും മൈക്രോബ്സ് നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷീൽഡായിട്ട് അത് മാറുന്നുണ്ട്. പിന്നെ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില സബ്സ്റ്റൻസസ് അണ്ടർലൈങ് ടിഷ്യൂസിലോട്ട് എത്താതിരിക്കാനുള്ളൊരു തടസ്സം, അതാണ് ബാരിയറായിട്ട്. പിന്നെ അഡ്ഹഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഡ്രഗ്സിനെ അല്ലെങ്കിൽ ഫോർമുലേഷനെ മ്യൂക്കോസയിലോട്ട് സ്റ്റിക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അഡ്ഹർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അഡ്ഹഷനെ ഹെൽപ്പ് ചെയ്യും. ലൂബ്രിക്കേഷൻ, മെറ്റീരിയൽസിൻ്റെ ഒക്കെ പാസേജിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ്റെ സ്ട്രക്ചർ. സബ് മ്യൂക്കോസ ഉണ്ട്, ഇതാണ് ലാമിന പ്രൊപ്രിയ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ബേസൽ ലാമിന ഉണ്ട്, എപ്പിത്തീലിയം. ലാമിന പ്രൊപ്രിയൻ്റെ എബവ് ആയിട്ടാണ് ഏകദേശം എപ്പിത്തീലിയം കാണുന്നത്. മ്യൂക്കസും ഇവിടെ എപ്പിത്തീലിയത്തിൽ എന്താണ് മ്യൂക്കസ് സെക്രിയേറ്റ് ചെയ്യുന്ന ഗോബ്ലെറ്റ് സെൽസും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മ്യൂക്കസ് ലെയർ പറയാനുള്ളത്. അടുത്തത് കോൺസെപ്റ്റ് ഓഫ് അഡ്ഹഷൻ ആൻഡ് മ്യൂക്കോ അഡ്ഹസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അഡ്ഹഷൻ്റെ കോൺസെപ്റ്റ്, അഡ്ഹഷൻ എന്ന് പറയുമ്പോൾ എന്താ? അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ എ പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവ് ആൻഡ് എ സർഫസ്. ഈ ഡ്രഗ് ഡെലിവറീൻ്റെ കേസിൽ ബയോ അഡ്ഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഡ്രഗ് കാരിയർ ബയോളജിക്കൽ സർഫസിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോ അഡ്ഹഷൻ എന്ന് പറയാം. ഇപ്പോൾ ബയോളജിക്കൽ സർഫസിൽ ഒരു മ്യൂക്കസ് കോട്ട് ഉണ്ടെങ്കിൽ ആ അഡ്ഹഷനെ മ്യൂക്കോ അഡ്ഹഷൻ എന്ന് പറയും. മനസ്സിലായോ? മ്യൂക്കോ അഡ്ഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് കോമ്പണൻസ് ഉണ്ടായിരിക്കും. അതിലൊന്ന് ബയോളജിക്കൽ ഒറിജിൻ ആയിരിക്കണം. അത് രണ്ടും ഇൻ്റർഫേഷ്യൽ ഫോഴ്സസ് യൂസ് ചെയ്തിട്ട് പ്രൊലോങ്ഡ് ടൈം ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു. അതാണ് മ്യൂക്കോ അഡ്ഹഷൻ്റെ ഡെഫിനിഷൻ. ഇനി ഡ്രഗ് ഡെലിവറിയിൽ ബയോ അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡ്രഗ് കാരിയർ ബയോളജിക്കൽ സർഫസിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. ആ ബയോളജിക്കൽ സർഫസിന് ഒരു മ്യൂക്കസിൻ്റെ കോട്ട് ഉണ്ടെങ്കിൽ ആ അഡ്ഹഷനെ നമ്മൾ മ്യൂക്കോ അഡ്ഹഷൻ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ഇനി ബയോളജിക്കൽ സിസ്റ്റത്തിലുള്ള അഡ്ഹഷൻ്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ അഡ്ഹഷൻ ഓഫ് നോർമൽ സെൽ ടു അനദർ നോർമൽ സെൽ. ഒരു നോർമൽ സെല്ല് വേറൊരു നോർമൽ സെല്ലിലോട്ട് അഡർ ചെയ്യുന്നത്. പിന്നെ ഒരു സെല്ല് ഫോറിൻ സബ്സ്റ്റൻസസിനോട് ആദർ ചെയ്യുന്നത്. നോർമൽ സെല്ല് പാത്തോളജിക്കൽ സെല്ലിനോട് ആദർ ചെയ്യുന്നതും ഒരു അഡ്ഹസീവ് മെറ്റീരിയൽ ബയോളജിക്കൽ സർഫസിലോട്ട് ആദർ ചെയ്യുന്നതും. ഇതാണ് ടൈപ്സ് ഓഫ് അഡ്ഹഷൻ എന്ന് പറയുന്നത്. ഇനി കോൺസെപ്റ്റ് ഓഫ് മ്യൂക്കോ അഡ്ഹസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. മ്യൂക്കോ അഡ്ഹസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ കോൺസെപ്റ്റ്. ഈ സിസ്റ്റം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഡ്രഗ്സിനെ മ്യൂക്കോസൽ സർഫസിലൂടെ മ്യൂക്കോ അഡ്ഹസീവ് പോളിമേഴ്സിൻ്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്? ഡെലിവർ ചെയ്യുന്നത്. ഇത് പ്രൊലോങ്ഡ് റിട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റ് സൈറ്റ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് കൺട്രോൾഡ് ഡ്രഗ് റിലീസും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് നീഡ്സ് ഓഫ് മ്യൂക്കോ അഡ്ഹസീവ്. എന്തിനാണ് ഈ മ്യൂക്കോ അഡ്ഹസീവിൻ്റെ ആവശ്യം എന്താണ്? സസ്റ്റെയിൻഡ് റിലീസ് ഓഫ് ഡ്രഗ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്, ലോക്കലൈസ്ഡ് ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യും? ഹെപ്പാറ്റിക് ഫസ്റ്റ് പാസ് മെറ്റാബോളിസത്തിനെ റെഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിമച്വർ ഡ്രഗ് ഡീഗ്രഡേഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ പ്രൊലോങ്ഡ് തെറാപ്യൂട്ടിക് എഫക്റ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈ ഡ്രഗ് അബ്സോർപ്ഷനാണ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഇനി മ്യൂക്കോ അഡ്ഹസീവ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സെയിം പോലെ തന്നെയാണ്. അബ്സോർപ്ഷൻ സൈറ്റിലെ റെസിഡൻസ് ടൈം അത് കൂട്ടുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ് മ്യൂക്കോസൽ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനൽ സെൽസുമായിട്ട്. ഡ്രഗ് അബ്സോർപ്ഷനും ബയോ അവൈലബിലിറ്റിയും കൂട്ടുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഈസി ആക്കും. ഫസ്റ്റ് പാസ് മെറ്റാബോളിസത്തിന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആസിഡ് സെൻസിറ്റീവ് പുവർ ബയോ അവൈലബിലിറ്റി ഡ്രഗ്സിനൊക്കെ ഇത് സ്യൂട്ടബിൾ ആണ്. അൺകോൺഷ്യസ് അല്ലെങ്കിൽ നോൺ കോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഡോസേജ് ഫോമിനെ റിമൂവ് ചെയ്തിട്ട് തെറാപ്പി ടെർമിനേറ്റ് ചെയ്യാം, നിർത്താൻ പറ്റും. പിന്നെ ഡോസ് റിഡക്ഷൻ അലൗ ചെയ്യുന്നുണ്ട്. ഡോസ് റിലേറ്റഡ് സൈഡ് എഫക്ട്സിനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പാസീവ് അബ്സോർപ്ഷൻ ആണ്. അവിടെ എനർജിയോ അല്ലെങ്കിൽ ആക്ടിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല. റാപ്പിഡ് സിസ്റ്റമിക് അബ്സോർപ്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പേഷ്യൻ്റ് കൺവീനിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലെസ് ഫ്രീക്വൻറ്റ് ഡോസിങ് ആണ്. ഷോർട്ട് തെറാപ്പി ഡ്യൂറേഷനൊക്കെ ആയിട്ട് പേഷ്യൻ്റെ കൺവീനിയൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ സേഫ്റ്റി, ഹൈ പൊട്ടൻസി ഡ്രഗ്സിൻ്റെയൊക്കെ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രഗിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ ഡ്രഗ് റിക്വയർമെൻറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുവഴി. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൊലോങ്ഡ് കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ലോക്കൽ അൾസറസ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മെയിൻലി ഏത് ഡ്രഗ്സിനാണ്, അൾസറോജനിക് ഡ്രഗ്സിൻ്റെ കേസിൽ. പിന്നെ സ്റ്റാൻഡേർഡ് ഇൻവിട്രോ മോഡൽസ് ഒക്കെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇൻവിട്രോ മോഡൽസ് ഒക്കെ കുറവാണ്. പേഷ്യൻ്റ് ആക്സെപ്റ്റബിലിറ്റി കൺസേൺസ് വരുന്നുണ്ട്. കാരണം പാലറ്റബിൾ ആവില്ല. അപ്പോൾ ടേസ്റ്റോ അല്ലെങ്കിൽ മൗത്ത് ഇറിറ്റേഷനോ ടെക്സ്ചറോ ഒരു ഫീലിംഗോ ഒക്കെ പേഷ്യൻ്റ് ബുദ്ധിമുട്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ലോക്കൽ ഇറിറ്റേഷൻ കോസ് ചെയ്യുന്ന മ്യൂക്കോസൽ സൈറ്റിൽ ലോക്കൽ ഇറിറ്റേഷൻ കോസ് ചെയ്യുന്ന ഡ്രഗ്സിന് അത് സ്യൂട്ടബിൾ അല്ല. ഇത്രയുമാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ് മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, ടൈപ്സ് ഓഫ് അഡ്ഹഷൻ, പർപ്പസ് ഓഫ് മ്യൂക്കോ അഡ്ഹസീവ് സിസ്റ്റം, ക്ലാസിഫിക്കേഷൻ നോക്കി, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് മ്യൂക്കസ് ലെയർ നോക്കി, പിന്നെ കോൺസെപ്റ്റ് അഡ്ഹഷൻ്റെയും മ്യൂക്കോ അഡ്ഹസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൻ്റെയും കോൺസെപ്റ്റ് നോക്കി, നീഡ്സ് ഓഫ് മ്യൂക്കോ അഡ്ഹസീവും അഡ്വാൻറ്റേജസ് ഓഫ് ഈ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിന് കണ്ടിന്യൂവേഷൻ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.